നെല്ല് ഏകദേശം എന്താ പറയുക പാലുറച്ചിട്ടുണ്ട്. ഏകദേശം നെല്ല് പഴുപ്പ് ചെറുങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വരമ്പത്തൊക്കെ പുല്ലും കാടൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ എലിയും ഇതൊക്കെ വന്നിട്ട് നമ്മളെന്തൊക്കെ ഉപദ്രവം ഉണ്ടാക്കി നെല്ലിനെ. അപ്പോൾ അതിനെന്താക്കണം വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കണം. ഇതൊന്നും ആരും ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ സാമ്പത്തിക ചിലവുള്ള. പക്ഷെ എന്തായാലും നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല. എന്താ വിഷയം എന്ന് വെച്ചാൽ എലിയൊക്കെ വന്നിട്ട് എന്താക്കും നമ്മളെ ഈ നെല്ലൊക്കെ നശിപ്പിച്ച് കളയും. അതിന് ചെയ്യുന്ന ഒരു പണിയാണിപ്പോൾ കാട് വെട്ടിയിട്ട് സൈഡൊക്കെ കാട് വെട്ടി ഒരുക്കി റെഡിയാക്കി വെക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം സൂക്ഷിച്ച് തന്നെ ഇതൊക്കെ ചെയ്യണം. നെല്ലൊക്കെ നാശമാകുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എന്താക്കണം കാടൊക്കെ അടുപ്പിച്ചാൽ നമുക്ക് മെച്ചം കിട്ടും. വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ പുല്ലൊക്കെ നിറഞ്ഞാലേ ഇതൊക്കെ എന്താ വെച്ചാൽ എലിയൊക്കെ വന്നിട്ട് കണ്ടമാനം കൂടും. അപ്പോൾ എന്താ വെച്ചാൽ കാണുമ്പോൾ നമ്മളെ വയൽ നെല്ലൊക്കെ കാണുന്നേ ഒരു കാട് പിടിച്ച് കിടക്കുമല്ലോ. പക്ഷെ അതൊക്കെ മാറ്റി നല്ല രൂപത്തിൽ പണിയെടുത്താൽ മാത്രം. ഇതുണ്ടല്ലേ ഇതൊക്കെ ഈ വരമ്പത്തെ ഇങ്ങനെ പുല്ല് പടർന്നാൽ നമുക്ക് വെച്ചാൽ എലിയും അതും ഇതൊക്കെ വന്ന് പാമ്പൊക്കെ വന്നിട്ട് ഇതിൽ കൂടിക്കളിയും. അപ്പോൾ അതിനെയൊക്കെ പോക്കാനാണ് എന്തൊക്കെ ഈ ഒരു ലാസ്റ്റ് പണി ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ഇതൊക്കെ നന്നായി കിട്ടും. അതിനു വേണ്ടി ചെയ്യുന്ന ലാസ്റ്റ് ഫിനിഷ് പണിയാണ് കേട്ടോ ഇത്. കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്. നമ്മളെ ഈ നെല്ലിനെ സംരക്ഷിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ നോക്കണം. നോക്കിയാൽ മാത്രമേ എന്താക്കും ഇതിന് നമുക്ക് 100% മേനിയിൽ എത്തിക്കാൻ പറ്റും. നിരന്തരം പ്രയത്നം വേണം. അത് മാത്രമേ എന്താക്കും ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലാതെ നെൽകൃഷി ചെയ്ത് നഷ്ടമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കണ്ടറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ എന്താക്കും 100% മേനിയിലേക്ക് എത്തിക്കാനാവും. പിന്നെ കാലവർഷമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാറുണ്ട്. പിന്നെ നമ്മളതിനെന്താക്കണം ശരിക്ക് സമയാസമയങ്ങളിൽ നമ്മൾ വെള്ളം ശ്രദ്ധിക്കണം, വളങ്ങൾ ചെയ്യണം. പിന്നെ അത്യാവശ്യം എന്താ വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ചെറിയ രൂപത്തിലുള്ള കീടനാശിനികളൊക്കെ നമ്മൾ ഇതിന് ചെയ്താൽ മാത്രമേ നമ്മളെ ഈ കൃഷികളൊക്കെ രക്ഷപ്പെടൂ. ശരിക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ നെൽകൃഷിയോട് സംസാരിച്ച് അവരെ വന്ന് തലോടി അങ്ങനെ നോക്കിയാൽ മാത്രമേ എന്താക്കും നമുക്ക് ഇതിനെ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റും. എന്നും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം എന്തായാലും ഒരു ദിവസമെങ്കിലും ഇവരെ വന്ന് നോക്കണം. ഇത് നമ്മൾ ഇവരോട് വർത്തമാനം സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോടും സംസാരിക്കും. അവരൊക്കെ ഇങ്ങനെ തലയാട്ടുന്ന കാണുന്നില്ലേ, കതിരുകളൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പം കതിരൊക്കെ ഉണ്ടല്ലേ തലയാട്ടുന്നത് എന്ന് പറയും പോലെ അവരും ജീവനുള്ള ചെടികളാണ്, ജീവനുള്ള വസ്തുവാണ്. അവർക്കും സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് അവരെ ഭാഷ എന്താ നമ്മളെ ഭാഷ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത്. ഓക്കേ.